ഇന്ന് നമ്മൾ CET 201 December 2023 2019 സ്കീമിൻ്റെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം പാർട്ട് എനകത്ത് ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം നോക്കാം. സ്റ്റീൽ ഫ്ലാറ്റ് 120 mm wide and 20 mm thick is required to be bent into a circular arc of radius 10 meter. Find the moment which will produce the maximum stress. Take T is equal to 20 gigapascal. Okay. അപ്പം ആദ്യം യൂണിറ്റ് കൺവേർഷൻസ് അറിഞ്ഞിരിക്കണം മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിലും. ഈ ജിഗ എന്ന് പറയുന്നത് 10⁻⁹ ആണ് കേട്ടോ. 10⁻⁹ ആണ്. പാസ്കൽ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഗിവൺ ഡേറ്റ എഴുതണം. സ്റ്റീൽ ഫ്ലാറ്റ് അതിൻ്റെ വൈഡ് എഴുതി, തിക്നെസ് എഴുതി, നമ്മൾ റേഡിയസ് സർക്കുലറായിട്ട് നമ്മൾ ബെൻഡ് ചെയ്യാൻ പോവുക. അപ്പം അത് ആ റേഡിയസ് എഴുതി. ഈ തന്നിട്ടുണ്ട്, അത് നമ്മൾ എഴുതി. എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ആ മൊമെൻറ്റിൽ എത്ര മാക്സിമം സ്ട്രെസ് ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഫോർമുല എന്തുവാണെന്ന് വെച്ചാൽ ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ്റെ ഫോർമുലയാണ്. എം എന്ന് പറയുന്നത് മൊമെൻ്റ് ആണ്, ഐ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ, എഫ് എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്, വൈ എന്ന് പറയുന്നത് ഡെപ്ത്ത്, ഇ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ്, ആർ എന്ന് പറയുന്നത് റേഡിയസ്. അപ്പം ഇത്രയും ഉള്ള ഇക്വേഷനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം എന്ന് വെച്ചാൽ മേ ഐ ഫൗണ്ട് യു എലിസബത്ത് റാണി ഇങ്ങനെ ഓർത്ത് വയ്ക്കുന്നത് നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ പറഞ്ഞാൽ മതി, മേ ഐ ഫൗണ്ട് യു എലിസബത്ത് റാണി. അപ്പം ആദ്യത്തെ വേർഡ് ലെറ്റർ അല്ലേ, ആ വേർഡിൻ്റെ ആദ്യത്തെ ലെറ്റർ ഇങ്ങനെ എഴുതിയാൽ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ സ്ട്രെസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ സ്ട്രെസ്സ് ചിലപ്പോൾ നിങ്ങൾ സിഗ്മാനെ റെപ്രസെൻറ്റ് ചെയ്ത് പഠിച്ച് കാണും. ഓക്കെ, രണ്ട് നൊട്ടേഷൻ മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ, പക്ഷേ അത് സെയിം ആണ്. അപ്പം ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇ തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എഫ് കണ്ടുപിടിക്കാം. പിന്നെ ഈ മാക്സിമം സ്ട്രെസ്സിൽ എത്ര മൊമെൻറ്റ് ഇരിക്കുന്നുള്ളത് പിന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എഫ് ബൈ വൈ, എഫ് ഡിവൈഡഡ് ബൈ വൈ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ. ഇ ബൈ ആറിനുള്ള ഈ റിലേഷൻ ആദ്യം ഇത് എടുക്കാം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എഫ് കിട്ടും. ഓക്കെ, ഇ തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്. അപ്പം ഈ വൈ എന്തുവാണെന്ന് വെച്ചാൽ തിക്നെസ് ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, ഇത് കണ്ടുപിടിക്കുക. വൈ ഇസ് ഈക്വൽ ടു തിക്നെസ് ഡിവൈഡഡ് ബൈ 2. അപ്പം ഇത് നമുക്ക് കിട്ടി. ഇ എന്ന് പറയുന്നത് 200 GPa ആണ്. അത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലുണ്ട്. ബാക്കിയെല്ലാം മീറ്ററിലോട്ട് മാറ്റിയത് കൊണ്ട് നമുക്കിത് MM-ലോട്ട് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പം ഈ അങ്ങനെ തന്നെ എടുക്കുക. പിന്നെ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ബൈ വൈ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ ഇട്ട് നമുക്ക് മാക്സിമം സ്ട്രെസ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഈ മാക്സിമം സ്ട്രെസ്സിൽ എത്രയായിരിക്കും ബെൻഡിങ് മൊമെൻ്റ് എന്നാണ് ചോദ്യം. അപ്പം ഈ മാക്സിമം സ്ട്രെസ്സിൽ എങ്ങനെയാണ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? പിന്നെ ഈ രണ്ടും നമ്മൾ ഈക്വേറ്റ് ചെയ്യണം. എം ബൈ ഐ ഇസ് ഈക്വൽ ടു എഫ് ബൈ വൈ. ഈ ഇക്വേഷനും ഈക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഐ അറിഞ്ഞിരിക്കണം. ഐ എന്തുവാ? BD³/12. ഓക്കെ, അപ്പം അത് ആ വാല്യൂസ് ഒക്കെ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഐ കണ്ടുപിടിച്ച് പിന്നെ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മൊമെൻറ്റ് കിട്ടും. ഓക്കെ, അടുത്ത പ്രോബ്ലം പാർട്ട് ബിനകത്ത് മോഡ്യൂൾ 1 ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. 2 vertical rods, one of steel and other of copper, are each rigidly fixed at the top and 60 centimeter apart. അതാണ് ഈ പടം വരച്ചിരിക്കുന്നത്. 2 റോഡ് വെർട്ടിക്കൽ റോഡാണ്. ഒന്ന് സ്റ്റീലാണ്, മറ്റത് കോപ്പറാണ്. ഓക്കെ, രണ്ടിനും മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് ഫിക്സ്ഡ് ചെയ്തിട്ടുണ്ട്. ആ രണ്ടിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 60 centimeter ആണ്. അതാണ് ആദ്യത്തെ പോയിന്റ്. ഡയാമീറ്റേഴ്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് ഈച്ച് റോഡ് ആർ 3 centimeter and 3.5 centimeter. ഡയാമീറ്റർ, രണ്ടിൻ്റെ ഡയാമീറ്റർ തന്നിട്ടുണ്ട് 3 centimeter അതിൻ്റെ ലെങ്ത്ത് 3.5 centimeter. രണ്ട് സ്റ്റീൽ ബാർസിൻ്റെ ഡയാമീറ്റർ 3 centimeter അതിൻ്റെ ലെങ്ത്ത് 3.5 centimeter. A cross bar fixed to the rods at the lower end carries a load of 600 Newton such that the cross bar remains horizontal even after loading. അപ്പോൾ ഇവിടെ രണ്ടിനും കണക്ട് ചെയ്ത് ഒരു ക്രോസ് ബാർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലോഡ് 6000 Newton ആണ്.
ഫൈൻഡ് ദ സ്ട്രെസ് ഇൻ ഈച്ച് റോഡ് ആൻഡ് ദ പൊസിഷൻ ഓഫ് ദ ലോഡ് ഓൺ ദ ബാർ. ഈ സ്റ്റീലിലുള്ള സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യണം, കോപ്പറിലുള്ള സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യണം, പിന്നെ അതിൻ്റെ പൊസിഷൻ ഈ 6000 ന്യൂട്ടൺ ഏത് ഡിസ്റ്റൻസിലെയാണ് വെക്കേണ്ടതെന്നുള്ള ആ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട്, എക്സ് മോഡുലസ് ഓഫ് കോപ്പറും തന്നിട്ടുണ്ട്. അപ്പം ഈ ഗിവൻ ഡേറ്റ നമ്മൾ ഇങ്ങനെ പടം വരച്ചു, എന്താ കണ്ടുപിടിക്കണമെന്ന് നമ്മൾ എഴുതി. അപ്പോൾ സൊല്യൂഷൻ എന്തുവാ? സ്ട്രെസ് ഇൻ ദ ഈച്ച് റോഡ്. ഇത് രണ്ടും ഫിക്സ് ആയതുകൊണ്ട് സ്ട്രെയിൻ ഇൻ സ്റ്റീൽ ഇസ് ഈക്വൽ ടു സ്ട്രെയിൻ ഇൻ കോപ്പർ. സ്ട്രെയിൻ ഇൻ സ്റ്റീൽ ഇസ് ഈക്വൽ ടു സ്ട്രെയിൻ ഇൻ കോപ്പർ. നമുക്ക് യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു ഇ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിന് നിങ്ങൾക്കറിയാം, സ്ട്രെസ് ബൈ സ്ട്രെയിനിന് അറിയാം. അപ്പം സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്റ്റീലിൻ്റെയും കോപ്പറിൻ്റെയും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് വാല്യൂസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിഗ്മ എസ് ഇസ് ഈക്വൽ ടു ഒരു റിലേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, സിഗ്മ എസ് സ്ട്രെസ് ഇൻ ദ സ്റ്റീൽ ഇസ് ഈക്വൽ ടു 2 times ഓഫ് സ്ട്രെസ് ഇൻ ദ കോപ്പറിന് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ നമുക്കറിയാം ഒരു ഫോർമുല കൂടി അറിയാം, സ്ട്രെസ് ഇസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ എന്ന് അറിയാം. ടോട്ടൽ ലോഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ലോഡ് ഓൺ സ്റ്റീൽ പ്ലസ് ടോട്ടൽ ലോഡ് ഓൺ കോപ്പർ. അപ്പം ലോഡ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻ ടു ഏരിയ അല്ലേ, അതുകൊണ്ട് സ്ട്രെസ് ഇൻ ടു ഏരിയ. ലോഡ് ഓൺ സ്റ്റീൽ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻ ദ സ്റ്റീൽ ഇൻ ടു ഏരിയ ഓഫ് സ്റ്റീൽ, സ്ട്രെസ് ഓഫ് കോപ്പർ ഇൻ ടു ഏരിയ ഓഫ് കോപ്പർ. അപ്പം ടോട്ടൽ ലോഡ് നമുക്ക് 6000 ന്യൂട്ടൺ അറിയാം, അത് എഴുതി. സിഗ്മ എസ് ഇൻ ടേംസ് ഓഫ് സിഗ്മ സിയിൽ എഴുതാം. ഏരിയ ഓഫ് ദി സ്റ്റീൽ ഡയാമീറ്റർ തന്നിട്ടുണ്ട്, അപ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാം, ഏരിയ ഓഫ് കോപ്പറും കണ്ടുപിടിക്കാം. ഇവിടെ ഡയാമീറ്റർ സെയിം ആയതുകൊണ്ടാണ് വാല്യൂ സെയിം ആയിട്ടുള്ളത്. ഓക്കെ, ഡയാമീറ്റർ വേരി ആണെങ്കിൽ സെപ്പറേറ്റ് ഏരിയ ഓഫ് ദി കോപ്പർ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം എല്ലാം ഇൻ ടേംസ് ഓഫ് സിഗ്മ സിയിലാണ് ഇരിക്കുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് സിഗ്മ സി എന്താണ് കിട്ടും. സിഗ്മ സി കിട്ടിയാൽ പിന്നെ സിഗ്മ എസ് എളുപ്പമല്ലേ, നമുക്ക് ആൾറെഡി റിലേഷൻ അറിയാം. അപ്പോൾ സിഗ്മ സി സിഗ്മ എസ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷൻ ഓഫ് ദ ലോഡ് ഓൺ ദ ക്രോസ് ബാർ എന്താണ് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ കോപ്പറിലോട്ട് മൊമെൻ്റ് എടുക്കാൻ പോവുക. ഇവിടെ പി ആണ്, പി ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു പി എസ് ഇൻറ്റു 60. ഇത് ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത്, മറ്റത് ഇപ്പുറത്തോട്ടാണ് ആക്ട് ചെയ്യുന്നത്. രണ്ടും വേറെ ഡയറക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈക്വേറ്റ് ചെയ്യുന്നത്. ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസാണ്, അതുകൊണ്ടാണ് ഈക്വൽ ടു ഇട്ടിരിക്കുന്നത്. പി ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു പി എസ് ഇൻറ്റു 60. ഓക്കെ, പി അറിയാം, പി എസ് ഇസ് ഈക്വൽ ടു സിഗ്മ എസ് ഇൻറ്റു എ എസ്. എല്ലാ വാല്യൂവും അതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവസാനം എക്സ് എന്താണ് കിട്ടും. ഓക്കെ, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്നൊന്നും ഓരോരോ യൂണിറ്റിലെയാണ്. ഇത് ന്യൂട്ടൺ പെർ mm സ്ക്വയറിലുണ്ട്, ഇത് മീറ്റർ സ്ക്വയറിലെയാണ്, ഇത് സെൻറ്റിമീറ്റർ സ്ക്വയറിലെയാണ്. അപ്പോൾ യൂണിറ്റ് കൺവേർഷൻസ് നോക്കിക്കോണം. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും അതിൻ്റെ തൊട്ടടുത്ത് യൂണിറ്റ് എഴുതിയിട്ടുള്ളത്. നിങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ യൂണിറ്റ് സെയിം ആണോ ഡിഫറെൻ്റ് ആണോ എന്ന് അതിൻ്റെ യൂണിറ്റ് അതിൻ്റെ ആ വാല്യൂസിൻ്റെ കൂടെ എഴുതിയിട്ട് പിന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എക്സ് കിട്ടി. ഓക്കെ, പിന്നെ അവസാനം റിസൾട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോബ്ലം. എ സർക്കുലർ ബാർ എ ബി സി ഡി ഇസ് റിജിഡ്ലി ഫിക്സ്ഡ് അറ്റ് എ ആൻഡ് ഡി. അതാണ് എയിലും ബിയിലും ഡിയിലും ഫിക്സ്ഡ് ആണ്. is subjected to axial forces as shown in figure. Okay, determine the reaction forces in each portion of the bar and the displacement at the point B and C. അപ്പോൾ ഓരോരോ പോർഷനിലെയും നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? റിയാക്ഷൻ കണ്ടുപിടിക്കണം. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ദ പോയിന്റ് ബി ആൻഡ് സി കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഒക്കെ തന്നിട്ടുണ്ട്. ക്രോസ് സെക്ഷൻ ഇതിൻ്റെ ഏരിയവും തന്നിട്ടുണ്ട്. എ ബിൻ്റെ ഏരിയ, ബി സിൻ്റെ ഏരിയ, സി ഡിൻ്റെ ഏരിയ ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഗിവൺ ഡേറ്റ എഴുതാം. ഗിവൺ ഡേറ്റ ജിഗ പാസ്കൽ ആണ്. 1 ജിഗ ഇസ് ഈക്വൽ ടു 10⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അത് നമ്മൾ ന്യൂട്ടൺ പെർ mm മാറ്റി. എങ്ങനെ മാറ്റിയെന്ന് വെച്ചാൽ മീറ്റർ mm മാറ്റുക. മീറ്റർ mm മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 1000 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 1000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അത് മീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് 2 പ്രാവശ്യം നമ്മൾ ഇട്ടു. അപ്പോൾ ഇൻറ്റു 10⁶ ആണ് വരുന്നത്. അപ്പോൾ മുകളിൽ 9 - 6 ഇടുമ്പോൾ 10�3 ആണ് വരുന്നത്. അപ്പോൾ 200 × 10�3 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചാലും മതി. 1 ജിഗാ പാസ്കൽ ഇസ് ഈക്വൽ ടു
എന്തുവാ 1 gigapascal is equal to 10 raised to 3 Newton per mm square. ഇങ്ങനെ പഠിച്ചാലും മതി. ഓക്കെ, പിന്നെ ലെങ്ത് തന്നിട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മൾ എഴുതി. ടു ഫൈൻഡ് എന്താണുള്ളത് നമ്മൾ എഴുതി. ഓക്കെ, പിന്നെ ഫോർമുല എന്തുവാ, നമുക്ക് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലേ. ഈ റിയാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് സൈഡും ഫിക്സ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഈക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ പോവുക. ഓക്കെ, റിയാക്ഷൻസ് എന്ന് പറയുന്നത് അവിടെ ആക്ട് ചെയ്യുന്ന ആ പോയിന്റ് ലോഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ അല്ലേ ബാർ ഉണ്ടായിരുന്നു, ഇത് ഒരു റെക്ടാങ്കുലർ ബാർ ആയിരുന്നു, പിന്നെ ഒരു റെക്ടാങ്കുലർ ബാർ ആയിരുന്നു, പിന്നെ ഒരു റെക്ടാങ്കുലർ ബാർ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഫിക്സ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ എലോങ്കേഷൻ പ്രിവെൻറ്റഡ് ആണ്, എലിമിനേറ്റ് ആണ്. ഡെൽറ്റ എൽ വിൽ ബി 0. ഓക്കെ, അതിൻ്റെ എലോങ്കേഷൻ നടക്കത്തില്ല ബിക്കോസ് ഇറ്റ്സ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് ദ എൻഡ്സ്. അപ്പോൾ ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2 പ്ലസ് ഡെൽറ്റ L3 ഇസ് ഈക്വൽ ടു 0. ഈ കോൺസെപ്റ്റ് മുന്നും മനസ്സിലാക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് ഇവിടെ ഉള്ള റിയാക്ഷൻ P1, P2, P3 എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ടുള്ളത്. ആദ്യത്തെ ഉള്ള ബാർ AB ബാറിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം നമ്മളെല്ലാം അസ്യൂം ചെയ്യുന്നത് ഇവിടെ ടെൻഷൻ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക. അതുകൊണ്ടാണ് ഇങ്ങനെ ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത്, ലോഡ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതിനുള്ളത്. ഓക്കെ, ഇത് ആദ്യത്തെ ബാറിൻ്റെ ABൻ്റെ അടുത്ത് BC ഉണ്ട്, അടുത്ത് CD ഉണ്ട്. ഓക്കെ, ഇവിടെ P1 ആക്സിയൽ ലോഡ്, ഇവിടെ P2 ആക്സിയൽ ലോഡ്, ഇവിടെ P3 ആക്സിയൽ ലോഡ്. നമ്മൾ അസ്യൂം ചെയ്യുക ടെൻഷൻ, അങ്ങനെ അസ്യൂം ചെയ്യുക. നമുക്ക് ഇവിടെ ഫോഴ്സ് തന്നിട്ടുണ്ടല്ലോ. ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 80 ന്യൂട്ടന് തന്നിട്ടുണ്ട്, സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 150 ന്യൂട്ടന് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഭാഗത്തിലുള്ള ലോഡ് എന്തുവായിരിക്കും, P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു 80 ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ ഈ ഭാഗത്തിലുള്ള ലോഡ് എന്തുവായിരിക്കും, P2 മൈനസ് P3 ഇസ് ഈക്വൽ ടു 150 ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ എന്തുവാ ഫസ്റ്റ് ഇക്വേഷൻ എന്തുവാ, നമുക്ക് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്, P1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, P2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, P3ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു 80 ന്യൂട്ടൺ ഉണ്ട്, P2 മൈനസ് P3 ഇസ് ഈക്വൽ ടു 150 ന്യൂട്ടൺ ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് എന്തുവാ, നമുക്ക് രണ്ട് എൻഡും ഫിക്സ്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ എലോങ്കേഷൻ ഇല്ല. അതുകൊണ്ട് ഡെൽറ്റ L1 പ്ലസ് ഡെൽറ്റ L2 പ്ലസ് ഡെൽറ്റ L3 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 3 ഇക്വേഷൻ കിട്ടി. അപ്പം നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 3 അൺനോൺസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ P1 ഇസ് ഈക്വൽ ടു 80 പ്ലസ് P2, P2 ഇസ് ഈക്വൽ ടു 150 പ്ലസ് P3 എന്ന് വെച്ചാൽ 2 അൺനോൺ ആകും. നമുക്ക് എല്ലാത്തിനും ഒരു അൺനോണിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് P3 ഇസ് ഈക്വൽ ടു 150 മൈനസ് P2 നമുക്ക് കൊണ്ടുവന്നു. ഓക്കെ, അപ്പം നമുക്ക് ഡെൽറ്റ 1ൻ്റെ വാല്യൂ എന്തുവാ, P1 L1 ഡിവൈഡ് ബൈ A ഡിവൈഡ് ബൈ E, P2 L2 ഡിവൈഡ് ബൈ A ടു E എന്ന് പറയുന്നത് ഡെൽറ്റ L2 ആണ്. ഡെൽറ്റ L3ൻ്റെ ഫോർമുലാവും നമ്മൾ എഴുതി. ഓക്കെ, E എല്ലാത്തിനും ഈക്വൽ ആയതുകൊണ്ട് E1 E2 E3 ഇടാതെ ഈന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ എന്തിനു ചെയ്യണം, നമ്മൾ ഓരോരുത്തരും വാല്യൂ അപ്ലൈ ചെയ്യണം. നമുക്ക് P1 അറിയാം, P2 അറിയാം, P3 അറിയാം. ഇൻ ടേംസ് ഓഫ് P2ൽ നമ്മൾ കൊണ്ടുവന്നുള്ളൂ. P1 ഇസ് ഈക്വൽ ടു 80 പ്ലസ് P2 അങ്ങനെ തന്നെ P3 ഇൻ ടേംസ് ഓഫ് P2ലും കൊണ്ടുവന്നു. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വാല്യൂ ആണ് കിട്ടുന്നത്, P2ൻ്റെ വാല്യൂ കിട്ടി. P2ൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് P1ഉം കണ്ടുപിടിക്കാം, P3യും കണ്ടുപിടിക്കാം. അതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് P2 L2 ഡിവൈഡ് ബൈ A2 E2 ഇടുമ്പോഴത്തേക്ക് ബിയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. P3 L3 ഡിവൈഡ് ബൈ A3 E3 ഇടുമ്പോൾ സിയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. പിന്നെ അവസാനം നമ്മൾ എന്ത് ചെയ്യണം, റിസൾട്ട് എഴുതണം. മോഡ്യൂൾ 2ൻ്റെ പ്രോബ്ലം ആണ്. എ ബാർ ഓഫ് സ്ക്വയർ 6 mm ഇൻറ്റു 6 mm is subjected to an axial pull of 6 kN. The lateral dimensions of the bar is found to be changed by dimensions തന്നിട്ടുണ്ട്. Okay, if the modulus of rigidity for the material is this one, calculate the Poisson's ratio and E for the material.
അപ്പോൾ ആദ്യം നമുക്ക് ഗിവൺ ഡേറ്റ എഴുതാം. ബാർ ഡൈമെൻഷൻസ്, അവിടുത്തെ ഉള്ള പുള്ളും ചേഞ്ച്ഡ് ഡൈമെൻഷൻസ് എഴുതി, മോഡുലസ് ഓഫ് റിജിഡിറ്റിയും എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പോയ്സോൺസ് റേഷ്യോയും ഇയും കണ്ടുപിടിക്കണം. പോയ്സോൺസ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തുവാ? ലാറ്ററൽ ബൈ ലീനിയർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലാറ്ററൽ എ ആണ് ആദ്യം പറയേണ്ടത്. അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ലോങ്കിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, പിന്നെ ഇൻ്റെ ഫോർമുല വിത്ത് റെസ്പെക്ട് ടു ജി ആണ് വേണ്ടത്. അപ്പം ഞാൻ നേരത്തെ ഒരു ഫോർമുല എങ്ങനെ ഓർക്കണമെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? എങ്ങനെ? കെ ജി എഫ് ഓർക്കുക, പക്ഷേ എഴുതുമ്പോൾ എന്താ എഴുതേണ്ടത്? കെ ജി ഇ ആണ് എഴുതേണ്ടത്. ഓക്കെ, എഴുതിയിട്ട് പിന്നെ നമുക്ക് മ്യൂ എഴുതണം. നമുക്ക് ഏതാ വേണ്ടത്? ഇയും ജിയും ഇ വിത്ത് റെസ്പെക്ട് ടു മ്യൂ ആണ് വേണ്ടത്. എല്ലാം തൊട്ടടുത്തായതുകൊണ്ട് ഇ ഈസ് ഈക്വൽ ടു ഇയിൽ നിന്ന് സെക്കൻഡ്, അതുകൊണ്ട് 2g × 1 + മ്യൂ. അപ്പം അത് എഴുതിയിട്ട് പിന്നെ നമുക്ക് സൊല്യൂഷൻ ചെയ്യാം. ലാറ്ററൽ സ്ട്രെയിൻ ആദ്യം ഓരോന്നും വാല്യൂ കണ്ടുപിടിക്കേണ്ടേ? ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിക്കണം, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് പോയ്സോൺസ് റേഷ്യോ കിട്ടത്തുള്ളൂ. അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഓക്കെ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ആദ്യം ഏതായിരുന്നു? 6 ആയിരുന്നു. പിന്നെ അത് മാറിയത് 5.998 ആണ്. അപ്പോൾ 6 - 5.998 ഡിവൈഡ് ബൈ ദ ഒറിജിനൽ ഡയമെൻഷൻ ഇസ് 6. അപ്പോഴത്തേക്ക് നമുക്ക് ലാറ്ററൽ സ്ട്രെയിൻ കിട്ടും. ലാറ്ററൽ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കണ്ടുപിടിക്കേണ്ടേ? അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ ഇ, ബിക്കോസ് ഇ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ലോഡ് ഡിവൈഡ് ബൈ ഏരിയ കണ്ടുപിടിക്കുക. ലോഡ് തന്നിട്ടുണ്ട്, ഏരിയ നമുക്കറിയാം, അപ്പം സ്ട്രെസ് കണ്ടുപിടിക്കാം. പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ ഇ. ഓക്കെ, ഇൻ്റെ വാല്യൂ തന്നിട്ടില്ല, അപ്പോൾ ടേക്ക് ദിസ് ആസ് വൺ ഇക്വേഷൻ. ഓക്കെ, ഇതിങ്ങനെ തന്നെ വയ്ക്കുക. പിന്നെ നമ്മൾ ആൾറെഡി ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടില്ലേ വിത്ത് റെസ്പെക്ട് ടു പോയ്സോൺസ് റേഷ്യോ? ലാറ്ററൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് വിത്ത് റെസ്പെക്ട് ടു ഇ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ആ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇ ഈസ് ഈക്വൽ ടു ദിസ് മച്ച് മ്യൂ. അങ്ങനെ നമ്മൾ പിന്നെയും ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ നമുക്കറിയാം ബി ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു 2g × 1 + മ്യൂ എന്ന് നമുക്കറിയാം. ഇ ഇൻ ടേംസ് ഓഫ് മ്യൂവിലുള്ള വാല്യൂ നമുക്കുണ്ടല്ലോ, അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജി തന്നിട്ടുണ്ട്, മ്യൂ അറിയത്തില്ല. എല്ലാം ഇൻ ടേംസ് ഓഫ് മ്യൂ ആയതുകൊണ്ട് നമുക്ക് മ്യൂവിൻ്റെ വാല്യൂ കിട്ടും. മ്യൂവിൻ്റെ വാല്യൂ കിട്ടുന്നതിന് ശേഷം ഈനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റെ വാല്യൂ കിട്ടും. അടുത്ത പ്രോബ്ലം, ഫോർ എ ഗിവൺ മെറ്റീരിയൽ ഇ ഈസ് ഈക്വൽ ടു 2 × 10⁴ kN/cm², ആൻഡ് ജി തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ബൾക്ക് മോഡുലസ് ആൻഡ് പോയ്സോൺസ് റേഷ്യോ ഓഫ് ദ മെറ്റീരിയൽ. ഇ തന്നിട്ടുണ്ട്, ജി തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കെയും മ്യൂവും കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഇക്വേഷൻസ് എഴുതി, നമുക്കറിയാനുള്ള എല്ലാ ഇക്വേഷൻസും നമ്മൾ എഴുതി. ഇ ഈസ് ഈക്വൽ ടു 2g × 1 + മ്യൂ അറിയാം. ഇ ഈസ് ഈക്വൽ ടു 3k × 1 - 2 മ്യൂ അറിയാം. ഇതിനകത്ത് ഏതാണ് നമുക്ക് വേണ്ടത്? നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുണ്ട്? ഇയും തന്നിട്ടുണ്ട്, ജിയും തന്നിട്ടുണ്ട്, മ്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒറ്റ ഇക്വേഷൻ എടുത്താൽ പോരെ? അപ്പം ഇതിനകത്ത് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് മ്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാം. മ്യൂ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് മറ്റേ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കെ എന്താണെന്ന് കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അടുത്ത പ്രോബ്ലം. A steel tube of 30 mm external diameter and 20 mm internal diameter encloses a copper rod of 15 mm dia, to which it is rigidly joined at each end. Okay, ഒരു സ്റ്റീൽ ട്യൂബ്, ആ സ്റ്റീൽ ട്യൂബിൻ്റെ എക്സ്റ്റേണൽ ഡയാമീറ്ററും തന്നിട്ടുണ്ട്, ഇൻറ്റേർണൽ ഡയാമീറ്ററും തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഒരു കോപ്പർ റോഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 ജോയിൻറ്റും ഫിക്സ്ഡ് ആണ്. If at a temperature of 10 degree there is no longitudinal stress, calculate the stress in the rod and tube when the temperature is raised by 200 degree. 10 ഡിഗ്രിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ 200 ഡിഗ്രിക്ക് റൈസ് ആയപ്പോഴത്തേക്ക് വാട്ട് ഈസ് ദ സ്ട്രെസ് എന്തുവാണ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, സിഗ്മ സ്ട്രെസ് ഇസ് ഇൻ ദ റോഡ് എന്ന് പറയുമ്പോൾ സിഗ്മ എസും കാൽക്കുലേറ്റ് ചെയ്യണം, കോപ്പർ സിഗ്മ സിയും കാൽക്കുലേറ്റ് ചെയ്യണം. ടേക്ക്
ഇ എസ് തന്നിട്ടുണ്ട്, ആൽഫ എസ് എല്ലാ വാല്യൂസും അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഗിവൺ ഡേറ്റ എഴുതാം. ഗിവൺ ഡേറ്റ എന്തുവാ? ഡയാമീറ്റർ ഓഫ് ദ കോപ്പർ, അത് വയ്ക്കുമ്പോൾ ഏരിയ ഓഫ് ദി കോപ്പർ എന്താണ് കിട്ടും? എക്സ്റ്റേണൽ ഡയാമീറ്റർ ഓഫ് ദ സ്റ്റീൽ ഉണ്ട്, ഇൻറ്റേർണൽ ഡയാമീറ്റർ ഓഫ് ദ സ്റ്റീൽ ഉണ്ട്. അപ്പോൾ ഏരിയ ഓഫ് ദ സ്റ്റീലും നമുക്ക് കണ്ടുപിടിക്കാം. റൈസ് ഇൻ ടെമ്പറേച്ചർ എന്തുവാ? ഇനിഷ്യലി ഇറ്റ് വാസ് 10 ഡിഗ്രി, ഇറ്റ് വാസ് റൈസ് ടു 200. അപ്പോൾ റൈസ് ഇൻ ടെമ്പറേച്ചർ എത്ര? 190 ഡിഗ്രിയാണ് റൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ശ്രദ്ധിക്കണേ. ഓക്കെ, ചിലപ്പം ടെമ്പറേച്ചർ ഇനിഷ്യൽ ടെമ്പറേച്ചർ തരത്തില്ല, ഫൈനൽ ടെമ്പറേച്ചർ മാത്രമേ തരത്തുള്ളൂ. അപ്പോൾ ആ സമയങ്ങളിൽ ആ ടെമ്പറേച്ചർ നമുക്ക് അങ്ങനെ എടുക്കാം. പക്ഷേ ഇനിഷ്യൽ ടെമ്പറേച്ചർ തന്നിട്ട് ഇറ്റ് വാസ് റൈസ് ടു 200 ആണെങ്കിൽ ഇടയ്ക്കുള്ള ആ ടെമ്പറേച്ചറാണ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇ എസ് തന്നിട്ടുണ്ട്, ആൽഫ എസ്, ഇ സി, ആൽഫ സി, അതൊക്കെ എഴുതി. അപ്പോൾ ഈ വാല്യൂ ആണ് ആദ്യം നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ആൽഫ സിയും ആൽഫ എസും കമ്പയർ ചെയ്യണം. ഏതിൻ്റെ വാല്യൂ കൂടുതലാണോ അതാണ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റീലും കോപ്പറും കമ്പയർ ചെയ്യുമ്പോൾ ഈ വാല്യൂ ആണല്ലേ കൂടുതലുള്ളത്. അപ്പം കോപ്പർ വിൽ എക്സ്പാൻഡ് മോർ ദൻ സ്റ്റീൽ. ഓക്കെ, ആൽഫ സി ഈസ് മോർ ദൻ ആൽഫ എസ്, ദാറ്റ് ഈസ് കോപ്പർ റോഡ് എക്സ്പാൻഡ് മോർ ദാൻ ദ സ്റ്റീൽ ട്യൂബ്. ഓക്കെ, അത് ഫ്രീ ആയിരിക്കുമ്പോൾ കോപ്പറാണ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കേസ് എന്തുവാ? അത് ഫിക്സ്ഡ് ആണ്. ഓക്കെ, അത് ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് copper will be prevented from expanding and it will be put into compression. അതിനകത്ത് compression ആണ് വരുന്നത്, that is contraction ആണ് വരുന്നത്. Okay, but at the same time steel will be put in tension. Okay, അപ്പോൾ നമുക്ക് എന്തറിയാം? from the equilibrium condition compressive load in copper must be equal to tensile load on steel. Okay, അപ്പം എന്തുവാ? സിഗ്മ സി ഇൻറ്റു എ സി, സിഗ്മ സി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻ ദ സ്റ്റീൽ ഇൻറ്റു ഏരിയ ഓഫ് ദ സ്റ്റീൽ. ബിക്കോസ് നമുക്ക് ഫോർമുല അറിയാമല്ലോ, സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ ലോഡ് ബൈ ഏരിയ. നമുക്ക് ലോഡാണ് വേണ്ടത്, അതുകൊണ്ടാണ് സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു റിലേഷൻ കിട്ടി. സിഗ്മ സി ഈസ് ഈക്വൽ ടു 2.22 ഇൻറ്റു സിഗ്മ എസ് എന്ന് കിട്ടി. കോപ്പറിലുള്ള സ്ട്രെസ്സസ് 2.22 ടൈംസ് സ്ട്രെസ് ഇൻ സ്റ്റീലിന് കിട്ടി. ഓക്കെ, പിന്നെ ഉള്ളത് നമുക്ക് ഇത് ഓർത്ത് വയ്ക്കണം. ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ഇസ് ഈക്വൽ ടു ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് കോപ്പർ. ഈക്വിലിബ്രിയം കണ്ടീഷനിലോട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ബിക്കോസ് ഇറ്റ് ഈസ് ഫിക്സ്ഡ്. ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ഇസ് ഈക്വൽ ടു ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് കോപ്പർ. ഇത് എന്താണ് കണ്ടുപിടിക്കുക, പിന്നെ ഈക്വേറ്റ് ചെയ്യുക, അപ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, actual expansion of steel is equal to free expansion of steel plus expansion due to tensile stress. ഇപ്പം ടെൻസൈലല്ലേ ആക്ട് ചെയ്യുന്നത് സ്റ്റീലിനകത്ത്. കോപ്പറിനകത്ത് കംപ്രഷനും സ്റ്റീലിനകത്ത് ടെൻസൈലാണ്. അപ്പോൾ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ പ്ലസ് എക്സ്പാൻഷൻ ഡ്യൂ ടു ടെൻസൈൽ സ്ട്രെസ്. എക്സ്പാൻഷന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എലോങ്കേഷനാണ്, ഡെൽറ്റ എൽ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫ്രീ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ എങ്ങനെ കണ്ടുപിടിക്കാം? ആൽഫ ഇൻറ്റു ടി ഇൻറ്റു എൽ ആണ്. ഓക്കെ, എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സ്ട്രെസ് ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ് ഇൻറ്റു ലെങ്ത് ആണ്. ബിക്കോസ് ഇ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തുവാ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പോൾ ഒറിജിനൽ ലെങ്ത് മുകളിലോട്ട് വരും. അപ്പോൾ സ്ട്രെസ് ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ് ഇൻറ്റു എൽ ആണ്. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ കോപ്പറിന് എഴുതാൻ പോവുക. ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് കോപ്പർ ഇസ് ഈക്വൽ ടു ഫ്രീ എക്സ്പാൻഷൻ ഓഫ് കോപ്പർ മൈനസ് കോൺട്രാക്ഷൻ ഡ്യൂ ടു കംപ്രസീവ് സ്ട്രെസ്. അപ്പോൾ അതിൻ്റെ ഫ്രീ എക്സ്പാൻഷൻ ഡെൽറ്റ ആൽഫ സി ഇൻറ്റു ടി ഇൻറ്റു എൽ മൈനസ് സിഗ്മ സി ഡിവൈഡ് ബൈ ഇ സി ഇൻറ്റു എൽ. അപ്പോൾ ഈ 2ഉം 3ഉം നമ്മൾ ഈക്വേറ്റ് ചെയ്യാൻ പോവുക. ഓക്കെ, 2ഉം 3ഉം ഈക്വേറ്റ് ചെയ്തിട്ട് എല്ലാ വാല്യൂസും അതിനകത്ത് ഇട്ട് കൊടുക്കാം. സിഗ്മ സി ഈസ് ഈക്വൽ ടു 2.22 ഇൻറ്റു സിഗ്മ എസ്. അപ്പോൾ സിഗ്മ സിന് പകരം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ എസ് ഇ സി തന്നിട്ടുണ്ട്, ആൽഫ സി ആൽഫ എസ് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് സിഗ്മ എസും സിഗ്മ സിയും കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, അടുത്ത പ്രോബ്ലം. ഡ്രാ ദ മോഡൽ 3ൻ്റെ പ്രോബ്ലം. ഡ്രാ എസ് എഫ് ഡി ആൻഡ് ബി എം ഡി ഫോർ ദ ബീം. ഫൈൻഡ് ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. അപ്പം ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. 2 പോയിന്റ് ലോഡും ഒരു യു ഡി എല്ലും ആണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ടോട്ടൽ ലോഡ് എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് റിയാക്ഷൻ അറ്റ് എ എന്തുവാ, റിയാക്ഷൻ അറ്റ് ബി എന്തുവാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പം ടോട്ടൽ ലോഡ് എന്തുവാ? 50 + 40 + 10 × 4 ആണ്.
അതാണ് നമ്മുടെ ടോട്ടൽ ലോഡ് അല്ലേ. അപ്പോൾ ആർ എ പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു 130 കിലോ ന്യൂട്ടൺ. യൂണിറ്റ് എഴുതണം കേട്ടോ, 130 കിലോ ന്യൂട്ടൺ. ഇനി നമ്മൾ ഒരു സപ്പോർട്ടിനുള്ള റിയാക്ഷൻ കണ്ടുപിടിക്കണ്ടേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു സപ്പോർട്ടിലോട്ട് മൊമെൻറ്റ് എടുക്കണം. ഇപ്പം നമ്മൾ ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് എ ആണ് എടുക്കുന്നത്. ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് എ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എല്ലാം എയിലോട്ട് മാറണം. അപ്പോൾ ആർ ബി ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ്, ആർ ബി ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 10 ഇസ് ഈക്വൽ ടു, എന്തുകൊണ്ടാണ് ഈക്വൽ ടു കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആർ ബി ഇൻറ്റു എ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. 50 ഇൻറ്റു 2, 10 ഇൻറ്റു 4, 40 ഇൻറ്റു 6 ഈ ഡയറക്ഷനിലോട്ടാണ് വരുന്നത്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ. അതുകൊണ്ടാണ് ആർ ബി ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 50 ഇൻറ്റു 2 പ്ലസ് 10 ഇൻറ്റു 4 ഇൻറ്റു 4/2 പ്ലസ് 2 പ്ലസ് 40 ഇൻറ്റു 6. ഓക്കെ, ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആർ ബി കിട്ടും. പിന്നെ അതിൽ നിന്ന് ആർ എ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ആർ എ കണ്ടുപിടിക്കാം. ആർ ബി ആർ എ നമുക്ക് കിട്ടി. പിന്നെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കണം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഷിയർ ഫോഴ്സ് അറ്റ് എയിലുള്ള ഫോഴ്സ് എന്തുമായിരിക്കും, അതിൻ്റെ റിയാക്ഷൻ ആയിരിക്കും. അപ്പം ആർ എ ഇസ് ഈക്വൽ ടു 80 കിലോ ന്യൂട്ടൺ. ലെഫ്റ്റ് അപ്പാണ്. ഓക്കെ, ലെഫ്റ്റ് അപ്പ് പോസിറ്റീവ് ആണ്, ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ പോസിറ്റീവ് ആണ്. ഓക്കെ, ഷിയർ ഫോഴ്സിൽ ലെഫ്റ്റ് അപ്പും റൈറ്റ് ഡൗണും പോസിറ്റീവ് ആണ്. പിന്നെ അടുത്ത് ഷിയർ ഫോഴ്സ് ഇത് എ സിയിൽ എന്തുമായിരിക്കും, എയിൽ പ്ലസ് 80 ആണ്. എ സിയിൽ എന്തുമായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. എ സി ഷിയർ ഫോഴ്സ് ഇൻ ദ പോർഷൻസ് എ സി ഇറ്റ് വിൽ ബി അഗെയിൻ 80 കിലോ ന്യൂട്ടൺ. ഷിയർ ഫോഴ്സ് അറ്റ് സി എന്തുമായിരിക്കും, ഡൗൺ ആണ് വരുന്നത്. ഇവിടുത്തെ ഉള്ള 80ലേருந்து 50 കിലോ ന്യൂട്ടൺ ഡൗൺ ആണ്. അതുകൊണ്ട് 80 മൈനസ് 50 ഈസ് ഈക്വൽ ടു 30. ഓക്കെ, പിന്നെ ഷിയർ ഫോഴ്സ് അറ്റ് ഡി എന്തുമായിരിക്കും, ഈ 30ലേருந்து പിന്നെ ഇത്രയും ലോഡിനുള്ള റിയാക്ഷൻസ്. ഓക്കെ, ദാറ്റ് ഈസ് 10 ഇൻറ്റു 4 ആണ്. 30 മൈനസ് 10 ഇൻറ്റു 4 അപ്പോൾ -10. ഓക്കെ, റിയാക്ഷൻ അറ്റ് ബി എന്തുമായിരിക്കും, -10. ഡൗൺ നല്ല പോസിറ്റീവ്, ഇത് അപ്പാണ്, അതുകൊണ്ടാണ് -40. സോ ടോട്ടലി -50. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്രാം വരച്ചിരിക്കുന്നത്. ആർ എയിലെ 80 ആണ്. അത് എ സി റീജിയനിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോകും. പിന്നെ ഇവിടെ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം 50 മൈനസ് ദാറ്റ് ലോഡ്, സോറി 50 എത്രയാ, 80 മൈനസ് 50, അപ്പോൾ 30 ആണ് ഇവിടെ വരുന്നത്. അപ്പം അത്രയും ഭാഗം താഴോട്ട് പോകുന്നത്. പിന്നെ ഡിയിൽ നമുക്ക് -10 ആണ്. അപ്പം മൈനസ് ഇവിടെ കാണിക്കുക, ഇങ്ങനെ വരും, ക്രോസ് ആയിട്ട് വരും. പിന്നെ അടുത്ത് എന്ത് ചെയ്യണം, അടുത്ത അവിടുത്തെ ഉള്ള ലോഡ്. അപ്പോൾ -10 മൈനസ് 40, സോ ടോട്ടലി 50. പിന്നെ ഈ ഡി ബി ഭാഗത്തിനകത്ത് അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതാണ് SFT. ഓക്കെ, SFT നമുക്കിവിടെ ചേഞ്ച് ആകുന്നുണ്ട് അല്ലേ. ഇവിടെ നിന്ന് പോസിറ്റീവിലിരുന്ന് നെഗറ്റീവിലോട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിന്റിലേ ആയിരിക്കും, ഈ പോയിൻ്റാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറയും. ഓർമ്മ ഉണ്ടോ, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആ പോയിന്റിൽ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റ് എയിലിருந்து എത്ര ഡിസ്റ്റൻസിനുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഷിയർ ഫോഴ്സ് എപ്പോഴാണ് 0 ആകുന്നത് എന്നുള്ള ഈ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുന്ന ആർ എ -50 -10 ഇൻറ്റു x-2 ഈ പോയിന്റിലെയാണ്. നമ്മൾ ഈ പോയിന്റ് തന്നെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചോ, ഇവിടെ വരച്ചിട്ടുണ്ട്, കണ്ട കുറച്ചും കൂടി. ഇതാണ് ഈ പോയിന്റ്. ഈ പോയിന്റിലെയാണ് നമുക്ക് ഷിയർ ഫോഴ്സ് 0 ആകുന്നത്. അപ്പം ഈ പോയിന്റ് വരെ ഉള്ള ഷിയർ ഫോഴ്സ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഷിയർ ഫോഴ്സ് 0 ആണ്. അതിൻ്റെ ഈക്വേഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഷിയർ ഫോഴ്സ് അറ്റ് ഇ ഈസ് ഈക്വൽ ടു ആർ എ മൈനസ് 50 മൈനസ് ഇത് UDL 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മൾ വേണ്ടത്. അതുകൊണ്ടാണ് x-2 ഇട്ടിട്ടുള്ളത്. ആർ എ -50 മൈനസ് 10 ഇൻറ്റു x-2 ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് ഇൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. ഇപ്പം എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഷിയർ ഫോഴ്സ് അറ്റ് ഇ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്കറിയാം. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു വാല്യൂ കിട്ടി, എക്സ് ഇസ് ഈക്വൽ ടു 5. അപ്പം എയിലിருந்து എക്സ് ഇസ് ഈക്വൽ ടു 5 വരുമ്പോഴത്തേക്ക് നമുക്ക് 0 ഷിയർ ഫോഴ്സ് 0 ആകുന്നു.
ആ പോയിന്റിലെയാണ് ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 5 മീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ബെൻഡിങ് മൊമെൻറ്റ് ചെയ്യണം. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ ആൻഡ് ബി ഇസ് 0 ബിക്കോസ് ഇറ്റ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് ആയതുകൊണ്ട് എ ആൻഡ് ബിയിൽ ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ്. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി എന്തുമായിരിക്കും? ആർ എ ഇൻറ്റു 2. ഓക്കെ, ആർ എ ഇൻറ്റു 2 ആണ്. അതായത് ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ, എടുക്കാം. അപ്പോൾ ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇവിടുത്തെ കണ്ടീഷനിൽ. നിങ്ങൾക്ക് തിരിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി, ഇവിടുത്തെ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടുത്തെ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു എയിലാണ് എടുക്കുന്നത്. അപ്പം ആർ ബി എ ഇൻറ്റു ദ ടോട്ടൽ ഡിസ്റ്റൻസ് 6 മൈനസ് 50 ഇൻറ്റു ദ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 4 മൈനസ് 10 ഇൻറ്റു 4 ഇൻറ്റു 4/2. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആർ ബിയിൽ ഒന്ന് എടുക്കാം. ആർ ബിയിൽ എന്ത് എടുക്കുവാണെങ്കിൽ ഇങ്ങനെ ആർ ബി ഇൻറ്റു 4 ഇട്ടാലും മതി, സിമ്പിളായിട്ട് തീരും. ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ പോയിന്റിലോട്ടല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ആർ ബി ഇൻറ്റു 4 ഇടും. ആർ ബി എന്തുവാണ് നമുക്ക്? 50 ഇൻറ്റു 4 200. യു വിൽ ഗെറ്റ് ദ സെയിം വാല്യൂ. അപ്പോൾ മൊമെൻറ്റ് അറ്റ് ഡിയും മൊമെൻറ്റ് അറ്റ് സിയും കിട്ടി. നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കേണ്ടേ? മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഇ എന്തുമായിരിക്കും? ആർ ബി ഇൻറ്റു ദ ടോട്ടൽ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 5 മീറ്റർ മൈനസ് 50 ഇൻറ്റു ദ ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പം ഈ വാല്യൂ എന്തുമായിരിക്കും? ഈ 50 കിലോ ന്യൂട്ടന് ഇതിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. ഇത് ടോട്ടൽ 5 മൈനസ് 2 3 ആണ്. അതുകൊണ്ടാണ് 50 ഇൻറ്റു 3 ഇട്ടിരിക്കുന്നത്. മൈനസ് 10 ഇൻറ്റു 3 ഇൻറ്റു 3/2. അപ്പം നിങ്ങൾക്ക് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഇ കിട്ടും. പിന്നെ ഫൈനൽ ആ വാല്യൂസ് വെച്ചിട്ട് ഡയഗ്രാം വരയ്ക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മോഡ്യൂൾ 4, എ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ഓഫ് ഐ സെക്ഷൻ ഹാസ് ദ ഫോളോയിങ് ഡയമെൻഷൻസ്. ടോപ്പ് ആൻഡ് ബോട്ടം ഫ്ലാഞ്ച് തന്നിട്ടുണ്ട്, വെബ് തന്നിട്ടുണ്ട്. ദ ബീമസ് ഓഫ് ഐ സെക്ഷൻ ക്യാരീസ് എൻ യൂഡിയൽ ഓഫ് 40 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഫോർ എ സ്പാൻ ഓഫ് 10 മീറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ബീം. ഇങ്ങനെ പോവുക 3Dയിലോട്ട്. അതിൻ്റെ സെക്ഷൻ ഐ സെക്ഷൻ ആണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് UDL ആണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ലെങ്താണ് 10 മീറ്ററിന് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ലെങ്താണ് 10 മീറ്റർ. അതിൻ്റെ ക്രോസ് സെക്ഷനാണ് ഐ സെക്ഷനിന് അവർ തന്നിരിക്കുന്നത്. ബീം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് ഒരു സെക്ഷൻ ഐ സെക്ഷൻ ആയതുകൊണ്ട് അത് വരച്ചു. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ഫിക്സ് ചെയ്തു. UDLും സ്പാനും തന്നിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം സ്ട്രെസ് ഡ്യൂ ടു ബെൻഡിങ് ആണ്. നേരത്തെ നമുക്ക് ഒരു ഫോർമുല അറിയാലോ, മേ ഐ ഫൗണ്ട് എലിസബത്ത് റാണിന്. ബെൻഡിങ് മൊമെൻറ്റ് ഡിവൈഡ് ബൈ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ വൈ ആണ്. നമുക്ക് എന്താ വേണ്ടത്? സ്ട്രെസ്സാണ് വേണ്ടത്, സിഗ്മ ആണ് വേണ്ടത്. സിഗ്മ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വൈ ഡിവൈഡ് ബൈ ഐ ആണ്. അപ്പം ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, വൈ കാൽക്കുലേറ്റ് ചെയ്യുക, ഐ കാൽക്കുലേറ്റ് ചെയ്യുക, വാല്യൂസ് അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എന്ത്? UDL ആണ്. അതുകൊണ്ട് WL²/8 ഇട്ടത്. ഓക്കെ, W തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്, ഡിവൈഡ് ബൈ 8 ഇടുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് കിട്ടും. Y എന്തുവാ? ടോട്ടൽ ഡെപ്ത് ഡിവൈഡ് ബൈ 2 ആണ്. ടോട്ടൽ ഡെപ്ത് ഡിവൈഡ് ബൈ 2 ആണ്. അത് നമ്മൾ 400, ഇത് 20, ഇത് 20, ഇത് 360 ആണ്. സോ ടോട്ടൽ 400 ഡിവൈഡ് ബൈ 2. ഓക്കെ, പിന്നെ നമുക്ക് എന്താ വേണ്ട? ഐ ആണ്. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്തുവാ? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇത് ഒന്നൊന്നും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്ന പകരം ഐ സെക്ഷൻ അല്ലേ, അതുകൊണ്ടാണ് ഇത് ഫുൾ റെക്ടാങ്കിൾ ആയിട്ട് ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ഈ ഭാഗം നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ ഐ സെക്ഷനിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കിട്ടും. അതുകൊണ്ട് BD ക്യൂബ് 200 ഇൻറ്റു 400 ക്യൂബ് ഡിവൈഡ് ബൈ 12. അപ്പോൾ ഫുൾ റെക്ടാങ്കുലറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കിട്ടി. ഓക്കെ, പിന്നെ ഉള്ളത് നമുക്ക് ഈ ഭാഗം നമ്മൾ എടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ 200 മൈനസ് 10. അപ്പോൾ ഈ പോർഷൻ വരത്തില്ലേ? അപ്പം 200 മൈനസ് 10 ഇൻറ്റു 360 ഡിവൈഡ് ബൈ 12 ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഐ സെക്ഷനിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കിട്ടി. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ചതിന് ശേഷം സിഗ്മ മാക്സിനകത്ത് എം ഇൻറ്റു വൈ ഡിവൈഡ് ബൈ ഐ ആ ഫോർമുലനകത്ത് ഇട്ടിട്ട് മാക്സിമം സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത പ്രോബ്ലം. A rectangular beam 100 mm wide and 250 mm deep is subjected to the maximum shear force of 50 kN. Determine the average shear stress, maximum shear stress at a distance of 25 mm about the neutral axis.
ഓക്കെ, ഈ പ്രോബ്ലം നമുക്ക് 2 രീതിയിൽ ചെയ്യാം, 2 മെത്തേഡിനകത്ത് ചെയ്യാം. ആദ്യത്തെ മെത്തേഡ് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, ഗിവൺ ഡേറ്റ തന്നിട്ടുണ്ട്, ആ റെക്ടാങ്കുലർ ബീമിൻ്റെ വിത്തും ഡെപ്തും തന്നിട്ടുണ്ട്, ടോട്ടൽ ഡെപ്തിൽ നിന്ന് അതിൻ്റെ ഹാഫ് അല്ലെ ന്യൂട്രൽ ആക്സസ്, അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് 125 ഇട്ടിട്ടുണ്ട്, മാക്സിമം ഷിയർ ഫോഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ആവറേജ് സ്ട്രെസ്സും മാക്സിമം ഷിയർ സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഫോർമുല എന്തുവാണെന്ന് വെച്ചാൽ ആവറേജ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, മാക്സിമം സ്ട്രെസ് ഇസ് ഈക്വൽ ടു 1.5 ടൈംസ് ഓഫ് ആവറേജ് സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ് അറ്റ് എ ഡിസ്റ്റൻസ് y ഫ്രം എ ന്യൂട്രൽ ആക്സിസ് ഇസ് ഗിവൻ ബൈ ദിസ് ഈക്വേഷൻ. അപ്പോൾ ഈ ഈക്വേഷൻ വെച്ചിട്ട് ഇതിൻ്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഷിയർ സ്ട്രെസ് കിട്ടും. ഓക്കെ, ടൗ ആവറേജ് കണ്ടുപിടിക്കാം. ആവറേജ് ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ, ഫോഴ്സ് 50 കിലോ ന്യൂട്ടൺ തന്നിട്ടുണ്ട്. സോ 50 ഡിവൈഡ് ബൈ ഏരിയ 100 ഇൻറ്റു 250 ഇടുമ്പോഴത്തേക്ക് ടൗ ആവറേജ് ഷിയർ സ്ട്രെസ് കിട്ടി. ഓക്കെ, മാക്സിമം ഷിയർ സ്ട്രെസ് ടൗ മാക്സ് ഇസ് ഈക്വൽ ടു 1.5 ടൈംസ് ഓഫ് ആവറേജ് സ്ട്രെസ്. അപ്പോൾ 1.5 ഇൻറ്റു 2 ഇടുമ്പോഴത്തേക്ക് ടൗ മാക്സ് കിട്ടി. ഷിയർ സ്ട്രെസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 25 mm ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്, അതായത് ഇതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ്, ഇതിൽ നിന്ന് 25 mm മുകളിലുള്ള ഈ ഷിയർ സ്ട്രെസ് ആണ് വേണ്ടത്. അപ്പോൾ y ഇസ് ഈക്വൽ ടു 25 mm ആണ്. ഓക്കെ, ഇതിനകത്ത് y-ൻ്റെ വാല്യൂ 25 mm ഇട്ട് കൊടുക്കണം. d is the total depth of the beam, that is 250. f നിങ്ങൾക്ക് അറിയാം 50 കിലോ ന്യൂട്ടൺ തന്നിട്ടുണ്ട്. i നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, BDQ/12 എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്ത് i കണ്ടുപിടിച്ച് എല്ലാ വാല്യൂസും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ അതും ഇതുപോലെ തന്നെ ഫോർമുലയിൽ ഇച്ചിരി വേരിയേഷൻ ഉണ്ട്. എഫ് ഇൻറ്റു എ ഇൻറ്റു വൈ ബാർ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ബി ആണ്. ഓക്കെ, ഈ ഫോർമുല വെച്ചിട്ടാണ് അവർ ഈ ഫോർമുല ഡിറൈവ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഫോർമുലയിൽ നിന്നാണ് ഈ ഫോർമുല വന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഫോർമുല വെച്ചിട്ട് നിങ്ങൾക്ക് വാല്യൂ കണ്ടുപിടിക്കാം. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ടൗ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എ ഇൻറ്റു വൈ ബാർ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ബി ആണ്. എഫ് നിങ്ങൾക്കറിയാം, വൈ ബാർ എന്തുവാണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഏരിയ ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. അതായത് നമ്മുടെ വൈ ബാർ എന്ന് പറയുന്ന നേരത്തെ നമ്മൾ വൈനല്ലേ എടുത്തത്, ആ വൈ ആണ് നമുക്ക് തന്നിരിക്കുന്ന 25 mm. ഈ വൈ ബാർ എന്ന് പറയുന്നത് നമ്മുടെ ഈ പോർഷനില്ലേ, അവർ ചോദിച്ചിരിക്കുന്നത് എന്തുവാ, ന്യൂട്രൽ ആക്സിസിൽ നിന്ന് 25 mm കഴിഞ്ഞിട്ടുള്ള സ്ട്രെസ് എന്തുവാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്ട്രെസ് ഈ പോർഷനില്ലേ, ഈ പോർഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇല്ലേ, ആ ഡിസ്റ്റൻസ് ആണ് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ ഉള്ള ഡിസ്റ്റൻസ് ആണ് വൈ ബാർ. അപ്പോൾ ആ വൈ ബാർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ഇത് 25, ഈ റീജിയൻ്റെ ഡെപ്ത് എന്തുവായിരിക്കും, ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഇതുവരെ 125 mm ആണ്, 25 കഴിഞ്ഞു, അപ്പം ഇത് എത്രയാ 100 ആണ്. 100 ഡിവൈഡ് ബൈ 2 എത്ര 50 ആണ്. 50 + 25 വൈ ബാർ 75 ആണ്. മനസ്സിലായോ? ഇത് ഒന്ന് ഓർത്തെടുത്താൽ മതി. വൈ ബാർ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഭാഗത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് വെച്ചാൽ ആ ഭാഗത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആ പോയിന്റിലിരുന്ന് ന്യൂട്രൽ ആക്സിസ് വരെ ഉള്ള ഡിസ്റ്റൻസ് ആണ് വൈ ബാർ. ഓക്കെ, എ എന്ന് പറയുന്നത് നമ്മുടെ ഈ റീജിയൻ ഷെയ്ഡഡ് ഏരിയ, അതിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ വിത്തും അതിൻ്റെ ഡെപ്തുമാണ് ഇടേണ്ടത്, ഫുൾ ഡെപ്ത് അല്ല ഇടേണ്ടത്, ഈ റീജിയൻ്റെ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ 100 ഇൻറ്റു 100 ആണ് വരുന്നത്. ഓക്കെ, അപ്പം 50 തന്നത് ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ ആണ്, ഇൻറ്റു വൈ ബാർ 75 ആണ്, ഡിവൈഡ് ബൈ BDQ/12 ഇൻറ്റു B 100 ആണ്. അപ്പോൾ കണ്ട സെയിം വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2 രീതിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. എയ്തർ യു ഹാവ് ടു യൂസ് ദിസ് ഫോർമുല ഓർ യു ഹാവ് ടു ടേക്ക് ദിസ് ഫോർമുല, ബട്ട് വൈ ബാറിൻ്റെ ഡിസ്റ്റൻസ് എന്തുവാണ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത മോഡ്യൂൾ ഡിറ്റർമൈൻ ദ ഡയാമീറ്റർ ഓഫ് ദ സോളിഡ്സ് ഷാഫ്റ്റ് വിച്ച് വിൽ ട്രാൻസ്മിറ്റ് this much kilowatts of power at 200 rpm. Also determine the length of the shaft if the twist must not exceed 1.5 degree over the entire length. The maximum shear stress is limited to 55 Newton per meter mm square. Take G തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഗിവൺ ഡേറ്റ എഴുതാം. പവർ തന്നിട്ടുണ്ട്, അതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തന്നിട്ടുണ്ട്, മാക്സിമം ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്, മോഡുലസ് ഓഫ് റിജിഡിറ്റി തന്നിട്ടുണ്ട്,
നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡയാമീറ്റർ ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം ആണെങ്കിൽ ടോർഷണൽ ഇക്വേഷൻ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ T/J is equal to tau by R is equal to C theta by L. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റും ഡയാമീറ്റർ ഓഫ് ദി ഷാഫ്റ്റും കണ്ടുപിടിക്കണം. അപ്പോൾ ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റ് വേണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് ലെങ്ത് കിട്ടുന്നത്. tau by R is equal to C theta by L. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ലെങ്ത് കിട്ടുന്നത്. അപ്പോൾ ടൗവിൻ്റെ വാല്യൂ, ആറിൻ്റെ വാല്യൂ, C തീറ്റൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് L കിട്ടും. T/J is equal to tau by R. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് അവർ ഡയാമീറ്ററിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ J എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അതാണ് സർക്കുലർക്ക് π/32 × d⁴ ആണ്. അപ്പോൾ ആ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് T is equal to π/16 tau × d⁵. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ചില പ്രോബ്ലമിനകത്തേക്ക് ഈ Tൻ്റെ വാല്യൂ, Jൻ്റെ വാല്യൂ കൊടുത്തിട്ട് Cൻ്റെ വാല്യൂ, തീറ്റൻ്റെ വാല്യൂ കൊടുത്തിട്ട് L കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടുമാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. എപ്പോഴും ഇത് രണ്ടുമാണ് ഇക്വേറ്റ് ചെയ്ത് L കിട്ടണമെന്നല്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാല്യൂ ഈ ടോർഷണൽ ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്ത് ഏതാണ് തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അത് രണ്ട് ഇക്വേറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന വാല്യൂവിന് ക്വസ്റ്റ്യന് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം പിന്നെ T/J is equal to tau by R യൂസ് ചെയ്തിട്ടുള്ള ഫോർമുലയാണ് ഇത്. അതിനകത്ത് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡയാമീറ്റർ കണ്ടുപിടിക്കാം. ഓക്കെ, ഡയാമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് മുൻപ് നമുക്ക് ഈ Tൻ്റെ വാല്യൂ അറിയണം. ഈ Tൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ പവർ തന്നിട്ടുണ്ടല്ലോ. P is equal to 2/nt/60. ഇത് പവറാണ്. P is equal to 2πnt/60 ആണ്. അതിലെന്ത് ടോർക്ക് കിട്ടും. ഈ ടോർക്കിൻ്റെ വാല്യൂ ഇതിനകത്ത് അപ്ലൈ ചെയ്ത് ഡയാമീറ്റർ കണ്ടുപിടിക്കുക. ഓക്കെ, ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് tau by R is equal to C theta by L. ടൗവിൻ്റെ വാല്യൂ, ആറിൻ്റെ വാല്യൂ, C തീറ്റൻ്റെ വാല്യൂ. തീറ്റ ഇൻ ഡിഗ്രിയിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് റേഡിയൻസിലോട്ട് മാറ്റണം. 1 degree is equal to π/180 റേഡിയൻസ് ആണ്. അപ്പോൾ ആ വാല്യൂ റേഡിയൻസിലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഗ്രിയിലല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ചെയ്തിട്ട് Lൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഫൈനൽ റിസൾട്ട് എഴുതുക, ഡയാമീറ്റർ റിസൾട്ട് എഴുതുക. ഓക്കെ, അടുത്ത പ്രോബ്ലം. ഫൈൻഡ് ദ ഓയിലേഴ്സ് ക്രിപ്പിംഗ് ലോഡ് ഫോർ എ ഹോളോ സിലിണ്ടർ കാസ്റ്റ് അയൺ കോളം 15 cm external dia and 25 mm thickness. If it is 6 meter long and it is hinged at both the ends. Okay, Euler's cripping load ഈ തന്നിരിക്കുന്ന ഡയമെൻഷൻസിന് ക്രിപ്പിംഗ് ലോഡ് യൂസിങ് ഓയിലേഴ്സ് ഫോർമുല വെച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, കമ്പയർ ദിസ് ലോഡ് വിത്ത് ക്രസിംഗ് ലോഡ് ആസ് ഗിവൻ ബൈ ദ റാൻകീൻസ് ഫോർമുല. റാൻകീൻസ് ഫോർമുല വെച്ചിട്ട് ഈ ഓയിലേഴ്സ് ക്രിപ്പിംഗ് ലോഡിൽ കിട്ടിയ വാല്യൂ കമ്പയർ ചെയ്യണം. എങ്ങനെയാ? ഫോർ വാട്ട് ദ ലെങ്ത് ഓഫ് ദ കോളം വുഡ് ദീസ് ടു ഫോർമുല ഗിവ് ദ സെയിം ക്രഷിംഗ് ലോഡ്. അപ്പം P സെയിം ആയിരിക്കണം ആകണമെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത്, ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഗിവൺ ഡേറ്റ നമ്മൾ എഴുതി. എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ക്രഷിംഗ് ലോഡ് ബൈ ഓയിലേഴ്സ് ഫോർമുല ആൻഡ് റാൻകീൻസ് ഫോർമുല കണ്ടുപിടിക്കണം. സെയിം ക്രഷിംഗ് ലോഡിന് വാട്ട് ഷുഡ് ബി ദ ലെങ്ത് വി ഹാവ് ടു പ്രൊവൈഡ്. ഓക്കെ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓയിലേഴ്സ് ഫോർമുലവും റാൻകീൻസ് ഫോർമുലവും നമ്മൾ എഴുതി ലോഡ് കണ്ടുപിടിക്കാനുള്ള. അപ്പോൾ E is equal to π² EI/E എഫക്റ്റീവ് ലെങ്ത് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് ഓയിലേഴ്സ് ഇന്ത്യ. ഓക്കെ, റാൻകീൻസിന് P is equal to σc × A/1 + A × L എഫക്റ്റീവ് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ഗൈറേഷൻ ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഓയിലേഴ്സ് ഫോർമുല വെച്ചിട്ടുള്ള ലോഡ് കണ്ടുപിടിക്കാം. P is equal to π² EI/L² ആണ്. LE² ആണ്. ഇവിടെ ഹിഞ്ച്ഡ് അറ്റ് ബോത്ത് എൻഡ്സ് ആയതുകൊണ്ട് എഫക്റ്റീവ് ലെങ്ത് ഇസ് ഈക്വൽ ടു ദ ഒറിജിനൽ ലെങ്ത് ആണ്. അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, 6000 അങ്ങനെ തന്നെ ഇട്ടു. അപ്പോൾ ഇതിന് ഈ ഫോർമുലനകത്ത് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് സിലിണ്ടറിക്കൽ, ഹോളോ സിലിണ്ടറിക്കൽ ആയതുകൊണ്ട് π/64 × എക്സ്റ്റേർണൽ ഡയാമീറ്റർ മൈനസ് ഇൻറ്റേർണൽ ഡയാമീറ്റർ. ഇൻറ്റേർണൽ ഡയാമീറ്റർ ഡയറക്റ്റായിട്ട് അവർ തന്നിട്ടില്ല, എക്സ്റ്റേർണൽ ഡയാമീറ്ററും അതിൻ്റെ തിക്നെസ്സും ആണ് തന്നിരിക്കുന്നത്. സോ
15 centimeter minus 2 into thickness. Okay, internal diameter is equal to external diameter minus 2 into thickness ആണ്. ഇത് 15 centimeter ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ mm ലോട്ട് മാറ്റി 150 minus 2 into 25 ഇട്ട് internal diameter കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമുക്ക് I കിട്ടും. പിന്നെ ഈ ഫോർമുല നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് P എന്താണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ റാൻകിൻസ് ഫോർമുലയിൽ നമ്മൾ അപ്ലൈ ചെയ്തു. ഇതിനകത്ത് നമുക്ക് K എന്താണ് അറിയത്തില്ല. ഈ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് I ഡിവൈഡഡ് ബൈ A ആണ്. ഏരിയ നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. L എഫക്റ്റീവ് ലെങ്ത് ആണ്, LE എഫക്റ്റീവ് ലെങ്ത് ആണ്. റേഡിയസ് ഓഫ് ഗൈറേഷനകത്ത് K ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് I ബൈ A ആണ്. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം, A നമുക്കറിയാം. അപ്പോൾ പിന്നെ നമുക്ക് K എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇപ്പം നമുക്ക് കിട്ടിയ വാല്യൂ Pനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനകത്ത് എല്ലാ യൂണിറ്റും സെയിം ആണോ എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ വാല്യൂസിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആ യൂണിറ്റ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ലോഡ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഷുഡ് ബി ദ ലെങ്ത് വി ഹാവ് ടു പ്രൊവൈഡ് ഫോർ ദ സെയിം ക്രഷിംഗ് ലോഡാണ്. രണ്ട് ഫോർമുലയിലും ക്രഷിംഗ് ലോഡ് സെയിം ആയിരിക്കണം. അപ്പോഴത്തേക്ക് വാട്ട് ഷുഡ് ബി ദ ലെങ്ത് വി ഹാവ് ടു പ്രൊവൈഡ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഫോർമുലവും എഴുതുക. ഇത് ഓയിലേഴ്സ് ഫോർമുലയാണ്, ഇത് റാൻകിൻസ് ഫോർമുലയാണ്. അതിനകത്ത് നമുക്ക് ലെങ്ത് അറിയത്തില്ല, L മാത്രം ഇട്ടിട്ട് അത് രണ്ടും ഈക്വേറ്റ് ചെയ്ത് ചെയ്യുക. വാല്യൂസ് അപ്ലൈ ചെയ്ത് എല്ലാം കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് അവസാനം നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഓയിലേഴ്സ് ഫോർമുലയിൻ്റെ ലോഡ്, റാൻകിൻസ് ഫോർമുലയിൻ്റെ ലോഡ്, പിന്നെ ലെങ്ത്ത്. ഈ ലെങ്ത്ത് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് രണ്ട് ഫോർമുലയിലെയും അപ്ലൈ ചെയ്ത ലോഡ് സെയിം ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ എഴുതണം ഫൈനൽ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം കേട്ടോ.